ഈ ബിന്നി ആൻഡ് അനു അവർ തമ്മിൽ പേഴ്സണലി എന്തോ പ്രശ്നം പുറത്തുണ്ട്. ബിഗ് ബോസ് ഷോന് വരുന്നതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഇത് ഓൾറെഡി അനു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പോകുന്നതിന് മുമ്പ്. ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. അനുമോളോട് സത്യം പറഞ്ഞാൽ ഒരു നന്ദി പറയണം. ഈ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് ORM എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അനുമോള് കാരണമാണ്. അല്ലെങ്കിൽ അനുമോളുടെ ഒരു സുഹൃത്ത് ഒരു ORM ഇന്നലെ ഒരു ഓൺലൈൻ മീഡിയ ചാനലിന്റെ മുമ്പിൽ നിന്ന് കുറച്ച് കഥകൾ പറയുന്ന കേട്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ടല്ലേ എന്ന് എനിക്ക് മനസ്സിലായത്. ഇനി ആ ചേട്ടനെങ്ങാനും ഈ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ പൊന്നു കൂട്ടുകാരാ, എൻ്റെ നെഞ്ചത്തോട്ടൊന്നും കയറാൻ വന്നേക്കല്ല. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് സംശയങ്ങൾ തോന്നി. എൻ്റെ അഭിപ്രായം അത്രേ ഉള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം ഞാൻ പറയും. അല്ലാതെ നിങ്ങളെ മോശമാക്കാനോ അനുമോളെ അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്യത്തില്ല. പക്ഷെ എനിക്ക് കുറച്ച് സംശയങ്ങൾ, എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് നിങ്ങൾ അനീഷിന്റെ അനിയൻ മറ്റേ മൈൽ സ്റ്റോണിൽ പോയി ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ പോവാണെന്നൊക്കെ പറയുന്ന കേട്ടപ്പോഴത്തേക്ക് അത് PR, അനുമോളുടെ മറ്റേ ചെയ്യുന്നതൊന്നും PR അല്ല എന്നൊക്കെ പറയുന്ന കേട്ടപ്പോഴത്തേക്ക് എന്തൊക്കെയൊക്കെയോ എവിടെയൊക്കെയൊക്കെയോ ഒരു സംശയം. അപ്പൊ എന്താണെങ്കിലും ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ അനുമോളുടെ ഒരു സുഹൃത്ത് ഇന്നലെ ഒരു ഓൺലൈൻ മീഡിയ ചാനലിന് കുറച്ച് കഥകൾ നിന്ന് പറയുന്നത് കേട്ടു. നമുക്ക് അതങ്ങോട്ട് കേട്ടു തുടങ്ങാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ വഴിയേ സംസാരിക്കാം. എന്താണ്, അതായത് ഒരു പേഴ്സൺ ടു പബ്ലിക്, അത് ഏതെങ്കിലും ഒരു മീഡിയം വഴി ആ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് PR. അത് അനുമോൾക്ക് ചെയ്യുന്നത് ഞാനല്ല, ഞാൻ അനുമോളുടെ PR അല്ല. ഓക്കെ, പക്ഷേ ഇതിൽ ഞാൻ ഇത് കാണുന്ന പബ്ലിക്കിന് ചിലപ്പോൾ ഇത് അറിയത്തില്ലായിരിക്കാം. ഓക്കെ, ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ പേരാണ് ORM. സോ അതിനെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ അനുമോൾ എന്നൊരു വ്യക്തി എൻ്റെ ഫ്രണ്ടാണ്. സോ പുള്ളിക്കാരി ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഈ വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ PR വർക്ക് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്ന് എല്ലാവരും വിളിക്കുന്നത്. കാരണം മുമ്പത്തെ സീസണിലെ ആൾക്കാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് PR വർക്ക് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു PR വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കാശ് വേണം. അനുമോൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. അത് ഞാൻ വേണമെങ്കിൽ അനുമോളുടെ ഫാമിലി അനുമോളുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വരെ തരാൻ റെഡിയാണ്. കാരണം അനുമോൾക്ക് ആ ഒരു സാമ്പത്തിക ശേഷി PR വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് PR വർക്കിൻ്റെ ആവശ്യമില്ല. ചേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എൻ്റെ ഒരു സംശയമാണ്. ചേട്ടൻ ആദ്യമേ തന്നെ ഒരു കയ്യടി ഞാൻ തരും. അത് വേറൊന്നും കൊണ്ടല്ല ചേട്ടാ, സുഹൃത്തിന് വേണ്ടി നിങ്ങൾ വന്ന് ഇത്രയും സംസാരിക്കുന്നുണ്ടല്ലോ, അതിനുവേണ്ടി ഞാനൊരു കയ്യടി തരും. പിന്നെ എൻ്റെ ഒരു സംശയമാണ്, ഈ PR വർക്ക് നമ്മളിപ്പോൾ കൊടുത്തു, ആർക്കെങ്കിലും ഇപ്പം PR കൊടുത്തെന്ന് വിചാരിച്ചു കഴിഞ്ഞ്, അല്ലെങ്കിൽ ഞാനിപ്പം ബിഗ് ബോസിലേക്ക് ചുമ്മാ വിചാരിച്ചാൽ മതി കേട്ടോ, പോത്തൊന്നുമില്ല, എന്താണെങ്കിലും ബിഗ് ബോസിലേക്ക് ഇപ്പം ഞാൻ പോവുകയാണെങ്കിൽ ഞാനൊരു PR ഏജൻസിയെ കാണുന്നു, എന്നിട്ട് ഇത്ര പൈസയ്ക്ക് ഡീൽ ഉറപ്പിക്കുന്നു. ഞാൻ അകത്തു പോയി ഒരു 80 ദിവസം അല്ലെങ്കിൽ 100 ദിവസം അല്ലെങ്കിൽ കപ്പ് എടുത്തു കഴിഞ്ഞാൽ മാത്രം ഈ കാശ് കൊടുത്താൽ പോരെ? അതോ ആദ്യമേ തന്നെ കാശ് മൊത്തം കൊടുക്കണോ? എനിക്കറിയത്തില്ല, എൻ്റെ ഒരു സംശയം അത്. ഇപ്പം ഈ ആദ്യമേ തന്നെ കൊടുത്ത് അല്ലെങ്കിൽ അത് അങ്ങനെ ആരെങ്കിലും മേടിക്കുമോ? നിങ്ങൾ നിങ്ങൾക്കുള്ള പണി എന്തെങ്കിലും ഒരു ചെറിയ ടോക്കൺ ഇവിടെ തന്നാൽ മതി, അത് തന്നിട്ട് നിങ്ങൾ അവിടെ നിൽക്ക്, കപ്പടിക്ക്, കാശ് കിട്ട്, അതൊക്കെ ആയിക്കഴിയുമ്പോൾ ബാക്കി തന്നാൽ മതി എന്നായിരിക്കുമല്ലോ ഒരു ഡീല്. അല്ല, അതായിരിക്കുമല്ലോ ഒരു ബിസിനസ്, അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? അല്ലാതെ കയറുമ്പോഴേ 16 ലക്ഷം കൊടുക്കേണ്ട ആവശ്യം വരുമോ? അല്ലെങ്കിൽ 30 ലക്ഷം കൊടുക്കേണ്ട? ഈ ചേട്ടൻ പറയുന്നത് 16 നടക്കത്തില്ല, 30 ആവുന്ന. ഈ 36 ലക്ഷം രൂപയാണ് ഈ ഒരു ബിഗ് ബോസ് വിന്നറിന്. 50 ലക്ഷമാണ്, ബാക്കി ടാക്സും എല്ലാം പോയിട്ട് 36-35 കിട്ടുമെന്നാണ് പറയുന്നത്. അതിനകത്തുനിന്ന് ഒരു 30 ലക്ഷം PR കൊടുത്താലും ചില പൈസയുള്ള ടീമുകൾക്ക് 6 ലക്ഷം രൂപ കിട്ടിയാൽ മതി പോരെ? ആ 6 ലക്ഷം ബിഗ് ബോസിൽ നിന്ന് കിട്ടിയാൽ മതി. കാരണം അത് കൂടാതെ ഡെയിലി അവിടെ നിന്നതിൻ്റെ വേറൊരു എമൗണ്ട് ഉണ്ട്. അത് കൂടാതെ ഒരു വിന്നർ ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 30 രൂപ PR കൊടുത്താൽ എനിക്ക് തോന്നുന്നില്ലടേ അത് അത്ര വലിയ പ്രശ്നമാണെന്നൊന്നും. അനുമോളെ പറ്റി അനുമോളുടെ എന്താണ് മറ്റേ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കാം എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട്. ഓക്കെ, അനുമോളുടെ കാശ് കാണത്തില്ല. പക്ഷേ ഏതൊരു ഏജൻസിയാണോ മുട്ടിയിരിക്കുന്നത് അവരുമായിട്ട് ഇങ്ങനെ ഒരു ടൈപ്പിലാണെങ്കിലോ, എൻ്റെ ഒരു സംശയമാണ്. അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ചിലപ്പോൾ ഈ ചേട്ടൻ പറയുന്നുണ്ട് അനുമോൾക്ക് അങ്ങനെ വലിയ PR ഒന്നും ഇല്ല, അനുമോളുടെ പണ്ട് തൊട്ടേ സ്റ്റാർ മാജിക് തൊട്ടേ ഉള്ള ആർമി ഗ്രൂപ്പുകൾ അതുവഴിയൊക്കെയാണ് പ്രൊമോഷൻസ് നടക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് പറയുന്നു. ചിലപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കാം. പക്ഷെ എപ്പോഴും എനിക്കൊരു സംശയം, ഇങ്ങനെയുള്ളൊരു സാധ്യതയും കൂടെ ഇല്ലേ? ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് ഒരു സംശയമായിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങളും കൂടെ വീഡിയോ കാണുന്നവരൊന്ന് ചിന്തിച്ച് നോക്കണം, അല്ല ചുമ്മാ എന്നെ കല്ലെറിയാൻ വരല്ലേ. പിന്നെ വേറൊരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഒന്ന് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയണം. കാരണം എൻ്റെ അന്തിമ അഭിപ്രായമൊന്നുമല്ല, ചിലപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ തെറ്റിപ്പോവാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വായിച്ചു നോക്കുമ്പോഴായിരിക്കും ശരിയാണല്ലോ, ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ടല്ലോ എന്ന് തോന്നുന്നത്. മനുഷ്യ സഹജമാണത്, അതൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ബാക്കി കാണാം.
അതിൻ്റെ ചാറ്റ് റെക്കോർഡ് അടക്കം എൻ്റെ ഉണ്ട് കേട്ടോ. PR വർക്കിൻ്റെ ആവശ്യമില്ല, നീ എന്തായാലും എംബേഴ്സ് നിൽക്കും, നിനക്ക് അതിനുള്ള ഫാൻ ബേസ് എല്ലാം ഉണ്ട്. പിന്നെ ഈ അനിമോൾക്ക് ഇപ്പോൾ കാണുന്ന ആർമി പേജ് അതെല്ലാം ഈ സ്റ്റാർ മാജിക് ടൈമിൽ തൊട്ടേ ഉണ്ട് അനിമോൾക്ക്. അപ്പോൾ അനിമോൾക്ക് അങ്ങനെ ഒരു കാശ് മുടക്കിയുള്ള ഒരു PR വർക്കിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അനിമോൾ PR ഉണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അനിമോൾക്ക് ഈ PR എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഈ പുള്ളിക്കാരുടെ ഒഫീഷ്യൽ പേജ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതും ഇപ്പോൾ അവരുടെ ഫാൻസ് ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെയാണ് PR ആയിട്ട് പലരും കാണുന്നത്. പക്ഷേ അതല്ല PRന് നമുക്ക് മീഡിയ സപ്പോർട്ട് വേണം. അപ്പോൾ നീ നിൽക്കുന്ന ഏതെങ്കിലും മീഡിയാസിന് ₹1 ഞാനോ അനിമോളോ മുടക്കിയിട്ടുണ്ടെന്ന് ആരെങ്കിലും ഒരു മീഡിയാസ് വന്ന് പറയുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ PR ഉണ്ടെന്ന്. ഒരു മീഡിയാസിന് ₹1 കൊടുക്കാത്ത പക്ഷം അവിടെ ഒരു PR വർക്ക് നടന്നിട്ടില്ല. ചേട്ടാ, എൻ്റെ ഒരു സംശയമാണ്, ഈ ഓൺലൈൻ മീഡിയാസ് ഇപ്പം നിങ്ങൾ ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത് ജിഞ്ചർ മീഡിയ പ്രീമിയം എന്ന് പറയുന്ന ഒരു ചാനലാണ്. അതുപോലുള്ള ചാനലുകൾ മാത്രമല്ലല്ലോ PR ചെയ്യുന്നത്. ഇപ്പം എന്നെ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്. അവർ വഴിയും ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു കൈൻഡ് ഓഫ് പ്രൊമോഷൻ നടത്താലോ. അല്ലാതെ ഓൺലൈൻ മീഡിയ ചാനൽസ് അങ്ങനെ പറയരുത്, മനസ്സിലായില്ലേ? പ്രൊമോഷൻസ് പല രീതിയിൽ നടത്താം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇച്ചിരി കുഞ്ഞറിവ് കൊണ്ട് പിടികിട്ടിയോ? കാരണം എന്നെ പോലുള്ള വേറെ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് കാശ് കൊടുത്താലും നല്ല രീതിയിൽ ബൂസ്റ്റിങ് നടക്കും. ഇല്ലേ? നടക്കും ചേട്ടാ. പിന്നെ അനിമോൾക്ക് PR-നെ പറ്റി അറിയത്തില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. എൻ്റെ പൊന്ന് ചേട്ടാ, അനീഷിന് PR-നെ പറ്റി അറിയാത്ത ഒരു കാര്യം ചേട്ടനോട് ഇപ്പം ഞാൻ കാണിച്ചു തരാമേ പ്രിയപ്പെട്ടവരെ. ആ വീഡിയോ ചേട്ടനോട് ചോദിക്കുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, അതൊക്കെ ചുമ്മാ, അനീഷിനൊക്കെ എല്ലാം അറിയാം. പിന്നെ അതല്ല എനിക്കൊന്ന് മറ്റേ 3 ദിവസത്തെ കേസാണ്. 3 ദിവസം എന്താണെങ്കിലും ചേട്ടാ, അനീഷിന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴേ കയ്യോടെ പോക്കി. പിന്നെ അനിമോൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്നത്, എൻ്റെ പൊന്ന് ചേട്ടാ, PR എന്താണെന്ന് അനിമോൾക്ക് അറിയത്തില്ല എന്നൊന്നും പറയല്ലേ പ്ലീസ്. അനിമോള് തന്നെയാണ് നിങ്ങളോട് വന്ന് ചോദിച്ചതെന്ന് പറയുന്നുണ്ട് ഈ PR-നെ പറ്റിയിട്ട്, അല്ലേ? PR കൊടുക്കണ്ടേ ചേട്ടാ, മുമ്പത്തെ കണ്ടസ്റ്റൻസ് അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. ആ അനിമോൾ PR-നെ പറ്റി അന്വേഷിക്കാതിരിക്കും എന്നാണോ ചേട്ടൻ പറയുന്നത്? ചേട്ടാ, ഒറ്റ അപേക്ഷയേ ഉള്ളൂ, ആ പാവം അത്യാവശ്യം അവിടെ നിന്ന് കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഗെയിമൊന്നും ഇല്ല, പക്ഷെ നിന്ന് പോകുന്നുണ്ട്. അതില്ലാതെയാക്കരുത്, എനിക്ക് അത്രയേ പറയാനുള്ളൂ. കൂട്ടുകാരിയെ സപ്പോർട്ട് ചെയ്യുക, പക്ഷെ വന്നിരുന്ന് ഈ മണ്ടത്തരം പറയരുത് ചേട്ടൻ. കാരണം ചേട്ടൻ തന്നെ കുറച്ച് മുന്നേ പറഞ്ഞ PR-ന്റെ കാര്യം ചോദിച്ചാണ് അനിമോള് ചേട്ടനെ വിളിച്ചെന്ന്. അപ്പം ഒരു സംശയം ചോദിച്ച ഒരാൾ വിളിക്കുമ്പോൾ അയാൾക്ക് പ്രോപ്പറായിട്ട് എന്താണ് PR എന്ന് പറഞ്ഞു കൊടുക്കാതെ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിയില്ലാത്ത ഒരാളാണോ നിങ്ങൾ? എൻ്റെ ഒരു സംശയമാണ്. നമ്മളെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ഒരാൾ, നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ PR-നെ പറ്റിയിട്ടും. ഈ എന്താണ് OMR സോറി മാറിപ്പോയി, എന്താണെങ്കിലും ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞു കൊടുക്കാതിരിക്കത്തില്ലല്ലോ, പറഞ്ഞു കൊടുക്കുമല്ലോ. നിങ്ങൾ ഒരു പാവപ്പെട്ടവൻ്റെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു സംശയമാണ്, പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ പിന്നെ അനുമോക്ക് PR-നെ പറ്റി അറിയത്തില്ല എന്നൊക്കെ ചേട്ടൻ പറയുന്നതിനോട് യോജിക്കാൻ എനിക്ക് അങ്ങോട്ട് പറ്റത്തില്ല. ബാക്കി ശരിക്കും പറഞ്ഞാൽ ഒരു PR വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 30 ലക്ഷമെങ്കിലും മുടക്കണം. കാരണം എന്നാൽ മാത്രമേ അവിടെ ഒരു ഷോ 100 ദിവസം റെലവൻ്റായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അത്രയും കാശ് മുടക്കിയാൽ മാത്രമേ PR വർക്ക് ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ഒരിക്കലും 16 ലക്ഷത്തിന് പോലും ഞാൻ PR ചെയ്യില്ല. പക്ഷേ ആ 16 ലക്ഷം പോലും ഇറക്കാൻ പറ്റാത്ത, പോട്ടെ ഒരു 5 ലക്ഷം രൂപ ഇറക്കാൻ പറ്റാത്ത അനിമോളാണ് 16 ലക്ഷം രൂപ മുടക്കി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുന്നത്. അത് തികച്ചും കള്ളമാണ് ആക്ച്വലി. അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ ആ തുക എവിടെ നിന്ന് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം ആക്ച്വലി. അത് പല ആൾക്കാരും അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ കൊടുത്ത PR എമൗണ്ടിൻ്റെ ഡബിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും, അനിമോൾ ജയിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്രയും കാശ് മുടക്കിയിട്ടാണ്. അതാണ് അവിടെ വരുത്തി തീർക്കുന്നത്. അല്ലാതെ അനിമോൾ ജയിക്കുന്നതോ അനിമോൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് ഇമേജോ അല്ല. അനിമോൾ കുറേ കാശ് മുടക്കി ജയിച്ചു എന്ന് വരുത്തി തീർക്കണം. ആ ഒരു അജണ്ടയാണ് നടക്കുന്നത്. അനിമോൾ ഇന്നേ വരെ ഒരു PR എന്ന് പറഞ്ഞ ഒരു മീഡിയക്കും ₹1 മുടക്കിയിട്ടില്ല. ചേട്ടൻ പറഞ്ഞതിനകത്ത് ഒരു കാര്യം കാണുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ അനിമോൾ ജയിച്ചാൽ തന്നെ PR-ന്റെ പുറത്ത് ജയിച്ചെന്നേ ഉറപ്പായിട്ടും പറയത്തുള്ളൂ. അതിന് ബാക്കിയുള്ള കൂടുള്ള കണ്ടസ്റ്റൻസിനെ മാത്രം കുറ്റം പറയരുത് ചേട്ടാ. അതും കൂടെയാണ് ഞാൻ പറയുന്നത്. അനിമോളുടെ വായിൽ നിന്നും വീണിട്ടുണ്ട് 50,000 രൂപ കണ്ട് കൊടുത്തെന്നോ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ PR ഉണ്ട്, എന്തിനധികം പറയുന്നു, PR ഉണ്ട് എന്ന് തന്നെ അനിമോൾ സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ അനിമോൾ ജയിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ബാക്കിയുള്ളവരെ കുറ്റം പറയണ്ട. ബാക്കിയുള്ള ഒരാളെയും ചേട്ടൻ പറഞ്ഞോ വേണമെങ്കിൽ നിങ്ങൾ കുറ്റം, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ അനിമോളെ കുറ്റം പറയണം. കാരണം അനിമോളുടെ വായിൽ നിന്ന് വീണ് പോയി. ഞാൻ പലതവണ ആലോചിച്ചു, എന്തിനീ കൊച്ചു പറഞ്ഞു? പറയേണ്ട കാര്യമൊന്നുമില്ല. അനിമോൾ എന്തിനാ സത്യസന്ധനാവനാണോ? സത്യസന്ധത മറ്റേ നന്മപരം കളിക്കാനൊന്നും അല്ല അനിമോളോടെ പോയിരിക്കുന്നത്, ഗെയിം കളിക്കാനാ. എനിക്ക് PR ഇല്ല എന്നോ മുഖത്തടിച്ചങ്ങ് പറഞ്ഞേക്കണം. ആരെന്ത് ചെയ്യാനാ? അനിമോളിന് ഇഷ്ടം അത്. പക്ഷെ അനിമോൾ അവിടെ തുറന്ന് പറഞ്ഞു എനിക്ക് PR ഉണ്ടെന്ന്. അത് ചിലപ്പോൾ അതിൻ്റെ നല്ല മനസ്സ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇനി പുറത്ത് പിന്നെ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങ് പറഞ്ഞത്. പക്ഷെ അവിടെ തന്നെ തീർന്നു. ഇനിയിപ്പോൾ ജയിച്ചാൽ തന്നെ എന്താണെങ്കിലും പറഞ്ഞിരിക്കും. ഒരു 10 പേര് കൂടുന്നിടത്ത് അനിമോൾ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു 4 പേര് പറയും അനിമോൾ PR കൊണ്ടാണ് ജയിച്ചതെന്ന്. അതിനകത്ത് ചേട്ടൻ എത്രയൊക്കെ വന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല ചേട്ടാ. കേട്ടോ, ചേട്ടാന്ന് ഞാൻ അങ്ങ് വിളിച്ചതന്നേ ഉള്ളൂ. ചേട്ടനൊന്നും അല്ല, എന്നെക്കാട്ടിലുള്ള പയ്യനായിരിക്കും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അത് കയ്യിൽ നിന്ന് പോയി അവിടെ. അതിനകത്ത് ഇനി നമ്മൾ എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യമില്ല ബ്രോ, അത് പോയി കയ്യിൽ നിന്ന്. അനിമോൾ തന്നെ അത് സമ്മതിച്ചോടത്ത് തീർന്നു. മനസ്സിലായില്ലേ? പിന്നെ ഈ 16-8 കണക്കൊക്കെ നമുക്കറിയാൻ പാടില്ല. അറിയാത്തതിനെ പറ്റി ഞാൻ സംസാരിക്കുന്നുമില്ല. നമുക്ക് ബാക്കി കേൾക്കാം.
ഇല്ല, അനുമോൾക്ക് കപ്പടിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ മാത്രം അത്രയും ഓഡിയൻസ് പുറത്തുണ്ട്. കാരണം അത് പുള്ളിക്കാരി 12 വർഷമായിട്ട് ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഏകദേശം ഏഷ്യാനെറ്റ് എത്ര ഫോളോവേഴ്സ് ഉണ്ട് അത്രയും തന്നെ ഫോളോവേഴ്സ് അനുമോൾക്കുണ്ട്. 1.1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ആളുടെ യൂട്യൂബ് ചാനൽ ആകെ ഏകദേശം 300K ഫോളോവേഴ്സ് ഉണ്ട്. അതേപോലെ ഫേസ്ബുക്കിൽ അത്യാവശ്യം 6 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു അനുമോളുടെ ഒരു സ്റ്റോറി ഇട്ടാൽ തന്നെ 300K വ്യൂസാണ്. ആ വ്യൂസ് മാത്രം മതി അനുമോളുടെ കണ്ടൻറ്റും മാക്സിമം ആൾക്കാരിലേക്ക് എത്താൻ. വേറൊരു PR-ൻ്റെ ആവശ്യമില്ല. ആ ഒറ്റ പേജ് കൊണ്ട് തന്നെ അനുമോൾക്ക് കപ്പടിക്കാനുള്ള എല്ലാം ഉണ്ട്. അല്ലാതെ ഒരു PR-ന് കാശ് മുടക്കി ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഏതെങ്കിലും ഒരു തെളിവ്, ഏതെങ്കിലും ഒരു മീഡിയാസിന് ₹1 PR വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന തുക ഞാൻ തരാം. ഓക്കെ, നമുക്ക് ബാക്കി കേൾക്കാം. അതിന് മുമ്പ് ഇനിയിപ്പോൾ ചേട്ടൻ പലപ്പം പറയുമായിരിക്കും PR എന്താണെന്ന് അനുമോക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് അവൾ PR ഉണ്ടായത്. ചേട്ടൻ നേരത്തെ പറയുന്നുണ്ടല്ലോ. ചേട്ടാ, ഞാൻ നേരത്തെ അത് ചോദിച്ചു. PR എന്താണെന്ന് അനുമോൾക്ക് അറിയാതിരിക്കാൻ അത്രയും ബുദ്ധിയില്ലാത്തൊരു കുഞ്ഞല്ല അനുമോള്. അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉള്ള ഒരാളാണ്. ആദ്യമേ ഇടയ്ക്ക് അനുമോൾ എവിടെയോ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതിന് മുമ്പുള്ള ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടില്ലെന്ന്. ഈ അടുത്ത് പറയുന്നത് കേട്ടു, ഞാൻ കഴിഞ്ഞ സീസണൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടു. ഇതിൽ ഏതാ വിശ്വസിക്കണ്ടേ? അല്ല, അനുമോള് സത്യസന്ധതയാവണം. ഞാൻ വീണ്ടും പറയുന്നതായി അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. അനുമോളുടെ ഇഷ്ടമാണ് അനുമോൾ എന്ത് പറയണമെന്നുള്ളത്. പക്ഷേ ഈ PR-ൻ്റെ കേസിൽ ചേട്ടാ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് നടക്കും എന്നെനിക്കിനി തോന്നുന്നില്ല. ജനങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും. അനുമോള് എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അനുമോക്ക് മാത്രമൊന്നുമല്ല, അതിനകത്തുള്ള എല്ലാവർക്കും. അക്ബറിന്റെ കേസൊക്കെ ഈ പുള്ളി പറയുന്നുണ്ട്. അക്ബറും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊരാൾ വഴി, ഞാൻ ആ ആളുടെ പേര് പറയുന്നില്ല, ആ ആള് വഴി നമ്മുടെ അക്ബർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തെ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനലിൽ പോയി കഴിഞ്ഞാൽ അത് ആരാണെന്ന് അറിയാം കേട്ടോ, ആര് മുഖേനയാണ് വിളിച്ചതെന്നുള്ളത്. വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇദ്ദേഹം അത് ഏറ്റെടുത്തിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ PR ഒന്നും ഇല്ലാത്ത ആരും അതിനകത്തുണ്ടെന്ന്. പിന്നെ അനീഷിന്റെ കാര്യം പറയുന്നുണ്ട്, അത് നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. അനീഷിനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ പുള്ളി അത് വേറെ രീതിയിലാണ് റൂട്ട് തിരിച്ചു വിടുന്നത്. അനീഷിന്റെ അനിയൻ വേണ്ട, ഇത് കേൾക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അനീഷ് പറയുന്നത് അങ്ങനെ ഞാൻ സാധാരണക്കാരെന്ന് വെച്ച് തീർക്കാൻ ഞാൻ അങ്ങനെ PR പോലും ചെയ്തിട്ടില്ല. ലാലേട്ടൻ ചോദിച്ചപ്പോൾ 3 ദിവസം മുമ്പ് മാത്രമാണ് കോള് വന്നത് പറഞ്ഞു. ലാലേട്ടൻ കറക്റ്റ് പറഞ്ഞു 12 ദിവസം മുമ്പ് കോൾ ചെയ്തില്ല. അപ്പോൾ ഓൾറെഡി അനീഷിന് PR ഉണ്ടെന്ന് വലിയ അനീഷിന്റെ അനിയനാണ് PR ചെയ്യണമെന്ന് ഒരുപാട് ചർച്ചകൾ നടക്കുന്നത്. തീർച്ചയായിട്ടും അതിനെന്താണ് അങ്ങനെ പറയുന്നത്? അല്ല, അത് കള്ളമാണെന്ന് ആൾക്കാർക്ക് ഇപ്പോഴേ മനസ്സിലായി. കാരണം ആളൊരു സ്റ്റോറിയാണ് പറയുന്നത്, ഒരു കഥയാണ് പറയുന്നത്. ഒരു 3 ദിവസം കൊണ്ട് ഒരാളെയും അങ്ങനെ വിളിക്കില്ല. അത് ആ ഷോ അയാളോട് ചെയ്യുന്ന അനീതിയാണ്. കൃത്യമായിട്ട് ടൈം കൊടുത്ത് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കൊടുക്കുന്നു. ആൾക്ക് ഡ്രസ്സ് അറേഞ്ച് ചെയ്യണം. 3 ദിവസം കൊണ്ട് അയാൾക്ക് ഡ്രസ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവിടെ എത്തിപ്പെടാൻ 1 ദിവസം വേണം. അവിടെ എത്തി അതിൻ്റെയുള്ള കാര്യങ്ങൾ ചെയ്ത് അത് ബിക്കോസ് പുള്ളിയുടെ അനിയൻ ഇന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അത് ചേട്ടാ, ഒരൊറ്റ സെക്കൻഡ്. അനിയൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്, അതൊരു PR ആണെന്ന് താങ്കൾ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അനിയൻ അങ്ങോട്ടേക്ക് പോയി മൈൽ സ്റ്റോൺ മേക്കേഴ്സിനെ വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കുന്നതാണോ അതോ അവരിങ്ങോട്ട് വന്ന് സംസാരിപ്പിച്ചിട്ട് ഇന്റർവ്യൂ എടുക്കുന്നതാണോ? ഇവിടെ ആരുടെ ബെനിഫിറ്റിന് വേണ്ടി ആര് കളിക്കുന്നതാ? ഇങ്ങോട്ടേക്ക് വന്ന് ഇന്റർവ്യൂ എടുക്കുന്നതാണെങ്കിൽ അത് ആ ഒരു ചാനലിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ലേ? അവർക്ക് ഒരു എക്സ്ക്ലൂസീവ് ഒരു കോണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ ബെനിഫിറ്റ് അല്ലേ? കൂട്ടത്തിൽ അനീഷേട്ടന് കിട്ടും, ഒരു ബൂസ്റ്റപ്പ് നന്നായിട്ട് കിട്ടും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെ നിങ്ങൾക്ക് ഒരു PR ആക്കാമെങ്കിൽ, അല്ലെങ്കിൽ അത് PR ആണെന്ന് നിങ്ങൾക്ക് പറയാമെങ്കിൽ, ചേട്ടാ, നിങ്ങൾ അനുമോളെ പറ്റി ഈ ഓൺലൈൻ മീഡിയ ചാനൽസിന്റെ മുമ്പിൽ നിന്ന് പറയുന്ന കഥകൾ അതൊരു PR ആണെന്ന് എനിക്കും പറഞ്ഞുകൂടെ ഇവിടെ ഇരുന്ന്? നിങ്ങളിരുന്ന് പറയുന്നത് അനുമോളെ പറ്റിയിട്ടല്ലേ? അതൊരു PR ആയിരിക്കത്തില്ലേ? നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ വീണ്ടും ആൾക്കാരിലേക്ക് ഇട്ടുകൊടുത്തോണ്ടിരിക്കുക. ഒരുപാട്, എനിക്ക് തോന്നുന്നു 2 ലക്ഷം ആൾക്കാരെ കണ്ട് ഈ വീഡിയോ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനെടുത്ത് റിയാക്ട് ചെയ്യാനിരിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം 1.5 ലക്ഷം ആൾക്കാർ മേളിൽ കണ്ടു കഴിഞ്ഞു. ഒരു PR അല്ലേ ഇത്? അല്ല, ഇതിനെ നമുക്കൊരു PR എന്ന് വിളിക്കാമല്ലോ. കാരണം നിങ്ങൾ പറയുന്നു അനീഷിന്റെ അനിയൻ മൈൽ സ്റ്റോൺ മേക്ക് ആ ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുന്നു, അതൊരു PR ആയിട്ട് നിങ്ങൾക്ക് പറയാമെങ്കിൽ, നിങ്ങൾ ഈ ബാക്കിയുള്ള ഓൺലൈൻ ചാനലിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു PR ആയിട്ട് നമുക്ക് കണ്ടുകൂടെ? ഒരു സാധാരണക്കാരനാണ് ഞാൻ, സാധാരണക്കാരൻ്റെ ഒരു ചിന്താഗതിയാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് കാണാൻ ചേട്ടാ. അപ്പൊ പിന്നെ കൂടുതൽ തോണ്ടിക്കോ, കുഴി തോണ്ടിക്കോ, അതൊക്കെ ഓക്കെ. അപ്പുറത്തിരിക്കുന്നവനെ ആ കുഴിക്കകത്തോട്ടിട്ട് മൂടിയിട്ട് മണ്ണിട്ടിട്ട് പിന്നെ മേളിലോട്ട് കുത്തിപ്പൊക്കാം, ആ പരിപാടി ചേട്ടന് തന്നെ പണിയാവും, അല്ലെങ്കിൽ ഞങ്ങളുടെ അനുമോള് ചേച്ചിക്ക് തന്നെ പണിയാവും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബാക്കി മനസ്സിലായി. ഒരു മീഡിയക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് PR ആണ്. കാരണം ഒരാളെ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ ആ മീഡിയനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് PR ആണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ അനിയൻ പറയുന്നത് 3 ദിവസം മുമ്പ് ഞങ്ങൾ ചെന്നൈയിലുള്ളപ്പോൾ പോലും ഈ പുള്ളിക്കാരൻ ബിഗ് ബോസിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. സോ അങ്ങനെ കള്ളങ്ങളാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് സമയം കൊടുക്കാതെ ഒരാളെ വിളിക്കുമെന്നുള്ളത്. ബിക്കോസ് ഈ ചാനൽ എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടത്ര PR അവർ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഷോ തന്നെ ഒരു PR ആണ്.
കാരണം ഈ ഷോ ആരെ അറിയാത്ത കുറേ ആൾക്കാരെ പബ്ലിക്കിനെ കാണിച്ചു കൊടുക്കുന്ന ഷോയാണ്. ഈ ഷോ തന്നെ PR ആണ്. ആ ഷോ തന്നെ എല്ലാവർക്കും വേണ്ടി PR ചെയ്യുന്നുണ്ട്. പുറത്ത് വേറൊരു PRൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്കാർ, ഞാനിപ്പോൾ അനുമോൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, അനുമോളുടെ നെഗറ്റിവിറ്റി, അതായത് അനുമോൾക്ക് എതിരെ വരുന്ന നെഗറ്റീവ് സാധനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ORM ആണ് ഞാൻ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം പോകും. അനുമോളുടെ ലൈഫ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്, എത്ര ഡീഗ്രേഡിങ് കമൻസാണ് അനുമോൾക്കെതിരെ വരുന്നത്. ആ കമൻസ് റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരാൾ വേണം. ലീഗൽ സൈഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വേണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അനുമോൾക്ക് ഒരു കാര്യമുള്ളൂ, അത് അനുമോൾ ഹൗസിലും പറഞ്ഞാണ്, അനുമോൾക്ക് നെഗറ്റീവ് വരാൻ പാടില്ല. അതായത് പുറത്ത് ആൾക്കൊരു ലൈഫ് വേണം. കാരണം ആൾ പുറത്ത് വന്നതിനെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഒരാളാണ്. ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അനുമോളെ ജനങ്ങൾ കയ്യും കാലും കെട്ടിയിട്ടിട്ടാണോ അതിനകത്തേക്ക് കൊണ്ട് തള്ളിക്കയറ്റിയത്? അല്ലല്ലോ. അനുമോൾക്ക് അറിയാലോ അതിനകത്ത് പോകുമ്പോഴത്തേക്ക് നെഗറ്റീവ് വരുമെന്ന് അറിയാലോ, ചിലപ്പോൾ പോസിറ്റീവ് ആണെന്ന് അറിയാലോ, ഇതൊക്കെ അറിയാം. നിങ്ങൾക്കും ഇതൊക്കെ അറിയാലോ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. എന്നിട്ട് അയാൾ അവിടെ കളിക്കുന്ന ഗെയിം വെച്ചിട്ടാണ് പുറത്ത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആവുന്നത്. അയാൾ കളിച്ച ഗെയിം, ചേട്ടൻ തന്നെ ഈ ഒരു എന്താണ് ഓൺലൈൻ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, എല്ലാം കൂടി ഒന്നും എനിക്ക് കുത്തിക്കയറ്റാൻ വയ്യാണ്ടാവട്ടോ. ഇദ്ദേഹം നല്ല പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറയും, നമുക്ക് രണ്ടും വേണമല്ലോ. ഇദ്ദേഹം പറയുന്നുണ്ട്, അനുമോള് ആദ്യത്തെ ഒരു 5 ആഴ്ച അനുമോള് കാരണമാണ് ബിഗ് ബോസിൽ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യത്തെ ഒരു 5 ആഴ്ച അനുമോളായിരുന്നു ദ ടോപ്പ് കണ്ടന്റ് മേക്കർ എന്ന് പറയുന്നത്. അനുമോള് വഴി ആയിരുന്നു കണ്ടന്റ് പൊക്കോണ്ടിരുന്നത്. അതെ, പക്ഷെ ഇപ്പൊ അതില്ല. അനുമോളുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കിച്ചണിൽ കയറണം. അല്ലാതെ ഒരു കണ്ടന്റ് അനുമോളെ കൊണ്ട് ഇല്ല ചേട്ടാ. അത് ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പൊ അത് അനുമോൾ ഒതുങ്ങി നിൽക്കുന്നു, നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഒതുങ്ങി നിൽക്കുന്നതല്ല, അനുമോൾക്ക് കണ്ടന്റ് ഇല്ല. എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അവർ പുറത്തേക്ക് വിടത്തില്ലേ? പ്രത്യേകിച്ച് ഒന്നും ഇല്ല അനുമോൾക്ക്. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്ക്. പിന്നെ നെഗറ്റീവ്, നിങ്ങൾ ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യം കേട്ടോ. എന്താണെങ്കിലും ആ പ്രവൃത്തിയെ ഞാൻ നന്നായിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ ഒരു സുഹൃത്താണ്, അയാൾക്ക് ഒരു ലൈഫ് ഉള്ളതാണ്. പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരുപാട് നെഗറ്റീവ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകൊച്ചിന്റെ ഭാവിയെ അത് ബാധിക്കും. കഴിഞ്ഞ സീസണിൽ തന്നെ അങ്ങനെ ബാധിച്ച് കയറിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിനെ നല്ല രീതിയിൽ ഈ ഡിഗ്രേഡിംഗ് ഒക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ അതിനെയൊക്കെ വലിയ കാര്യമായിട്ട് വന്ന് ഈ ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിൽ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളും പറഞ്ഞോണ്ട് പറയുന്നത് അല്ലാതെ പറയാതെ പറയുന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്യ് പിയാർക്ക് തന്നെ കേട്ടാ അല്ലേ? ഈ മറ്റേ നമ്മുടെ അനീഷിന്റെ അനിയൻ കയറിയിരുന്നൊരു ഒരു ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിൽ ഇന്റർവ്യൂ കൊടുക്കുന്നതും നിങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നതും അത് PR ആണെന്ന് പറയാമെങ്കിൽ ഇതും PR തന്നെ. എനിക്കങ്ങനെയാ തോന്നുന്നത്. എന്താണെങ്കിലും നമുക്ക് ബാക്കി കൂടെ കാണാം. സോ ആൾക്കൊരു പുറത്ത് ലൈഫ് ഡാമേജ് ചെയ്യാതെ ഇരിക്കണം, അല്ലെങ്കിൽ ഒരു നല്ലൊരു കരിയർ ഉണ്ടാവണം. ഇതുവരെ അത് ഒരുപാട് സിനിമകളൊന്നും അഭിനയിക്കാത്ത ഒരാളാണ്. ആൾക്ക് സിനിമയിൽ കയറണം. അപ്പോൾ ഒരു നെഗറ്റീവ് ഇമേജ് ആയിട്ട്, കാരണം ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുള്ള ആളായിരുന്നു. ആളുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് ആൾ ബിഗ് ബോസിൽ പോയത്. കാരണം ഒരു കൊല്ലമായിട്ട് സ്റ്റാർ മാജിക് ഇല്ല, ആൾക്ക് അങ്ങനെ വലിയ വലിയ പരിപാടികളില്ല. ആൾ വളരെ ചെറിയ തുകയ്ക്ക് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന ഒരാളാണ്, അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള പ്രൊജക്ട്സ് ആൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് കാശിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, പിന്നെ ഏകദേശം 30-35 ലക്ഷം രൂപ കടങ്ങളും ലോണും ഉള്ള ഒരാളാണ്. അതിനുവേണ്ടി മാത്രമാണ് 100 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ആൾ പോകുന്നത്. അതിൽ നിന്ന് 16 ലക്ഷം എനിക്ക് തരേണ്ട. ചേട്ടാ അതിനകത്തുനിന്ന് ഒരു 16 ലക്ഷം ഒന്നും ചേട്ടന് തരേണ്ട കാര്യം ചിലപ്പം അനുമോക്ക് ഉണ്ടാവത്തില്ല ചേട്ടാ. ഞാൻ ഇല്ലാതൊന്നും പറയുന്നില്ല, മനസ്സിലായില്ലേ? അനുമോള് കംപ്ലീറ്റ്ലി PR ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞ കണക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഈ സ്റ്റാർ മാജിക് തൊട്ട് അനുമോളുടെ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ കാണും. അതിനകത്തൂടെ തന്നെ ആയിരിക്കും കൂടുതൽ പ്രൊമോഷൻ കാണുന്നത്. പിന്നെ അനുമോളാണ് PR എന്ന് പറഞ്ഞത്. അതിപ്പോൾ അവർക്ക് അറിയത്തില്ല, അവർക്ക് PR എന്താണെന്നൊക്കെ അറിയത്തില്ല എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കള്ളം പോലെ ആയിപ്പോവും. അനീഷിനെ ഞാൻ അത്ര എടുത്ത് മഹാനാണെന്നും ഞാൻ പറയുന്നില്ല. അനീഷ് അല്ല ഒന്നരം കള്ളനാ. അനീഷ് ചേട്ടൻ കള്ളം പറയും. അല്ല, പുള്ളി ബിഗ് ബോസിൽ പോയത് കള്ളത്തരം പറയാതെ മഹത് വ്യക്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പുള്ളി കളിക്കാൻ പോയതാ. കളിയുടെ ഇടയ്ക്ക് കള്ളത്തരങ്ങൾ ഉണ്ടാവും ചേട്ടാ. ഏത് കളിയുടെ ഇടയ്ക്കാണ് കള്ളത്തരങ്ങൾ ഇല്ലാത്തത്? അതുണ്ടാവും, മനസ്സിലായില്ലേ? പിന്നെ ഈ PR കേസ്, അതിനകത്ത് ഒരുപാട് നിങ്ങളും അനുമോളുടെ സൈഡിൽ നിന്നും വിളിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവൻ്റെ അനിയൻ അത് പോയിരുന്നത് ആ ചാനലിൽ കൊടുക്കുന്നു, അതാണ് PR എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾ പറയുന്നത് ഒരു ഓൺലൈൻ മീഡിയ ചാനലിൻ്റെ മുന്നിലാണ്. അതും കൂടെ ഒന്ന് ആലോചിക്കണം. എനിക്ക് അതൊക്കെയുള്ളൂ പറയാൻ. പിന്നെ അനുമോളുടെ കഷ്ടപ്പാട് കൊണ്ടൊക്കെ ആയിരിക്കും അതിനകത്ത് പോയത്. നിൽക്കട്ടെ, ആ പെങ്കൊച്ച അവിടെ നിൽക്കട്ടെ. അതിന് കിട്ടാവുന്ന മാക്സിമം ദിവസം അവിടെ നിൽക്കട്ടെ. അതിന് കിട്ടാവുന്ന മാക്സിമം പൈസ അത് ഉണ്ടാക്കട്ടെ. കാരണം നമുക്ക് മനസ്സിലാവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം അവൾ പോയത്. വീടൊക്കെ വെച്ച് കടങ്ങളും ഒക്കെ കാണും. പിന്നെ ഒരു പെങ്കൊച്ചാണ്, അവളുടെ കല്യാണം, ഇതെല്ലാം അവൾക്ക് നോക്കണം. നിൽക്കട്ടെ. പക്ഷേ ഈ നിങ്ങളുടെ ഭാഗത്ത്, നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് PR-ഉം എല്ലാവരുടെയും ഭാഗത്ത് കള്ളത്തരങ്ങളും അത്രയും മാന്യന്മാരൊന്നും അല്ല എല്ലാവരും. ഓക്കെ, അതങ്ങ് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ കല്ലെറിയുക. ഇതൊക്കെ ഞാനിപ്പോൾ ഇരുന്ന് കല്ലെറിയുന്നതിൻ്റെ കാര്യം, ഇത് എൻ്റെ ഒരു വരുമാന മാർഗമാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ പറയുന്നു, ഈ ഒരു ഷോ കണ്ടിട്ട് ഈ ഒരു ഗെയിമിൽ എനിക്ക് കാണുമ്പോഴത്തേക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, എൻ്റെ അഭിപ്രായം
അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഞാൻ മറ്റേ കൂടുതൽ കല്ല് വലിച്ചെറിയാനോ അടിച്ച് താഴ്ത്തിടാനോ ഒന്നും ഞാൻ നിൽക്കത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. ഇനിയും വേറൊരു മെയിൻ കാര്യം അതും കൂടെ നിങ്ങളൊന്ന് കേട്ടോ. ഈ ബിന്നി ആൻഡ് അനു അവർ തമ്മിൽ പേഴ്സണലി എന്തോ പ്രശ്നം പുറത്തുണ്ട്. ബിഗ് ബോസ് ഷോന് വരുന്നതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഇത് ഓൾറെഡി അനു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ ബിന്നി അത്ര സെറ്റ് ആവില്ല, എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല, പക്ഷേ ബിന്നിയായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ട്. നൂബിൻ നല്ലൊരു ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് ഹൗസിൻ്റെ ഉള്ളിലും അനുമോളും ബിന്നിയും തമ്മിൽ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നത്തിനിടയ്ക്ക് ബിന്നിയുടെ അടുത്ത് പോയിട്ട് അനു ഇത്രയും സെൻസിറ്റീവായിട്ടൊരു ഇഷ്യൂ പോയി പറയുന്നുള്ള കാര്യത്തിൽ സംശയമാണ് ആക്ച്വലി. അങ്ങനെ ഒരിക്കലും പറയത്തില്ല. പിന്നെ എവിടെയും ഇല്ലാത്തൊരു തുകയുടെ ഒരു എമൗണ്ട് 16 ലക്ഷമുള്ള എമൗണ്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ബിന്നി ചെയ്ത PR-ന് ഡബിൾ എമൗണ്ട് കയറ്റി പറഞ്ഞായിരിക്കാനാണ് സാധ്യതയുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു എമൗണ്ട് അതിനുള്ള പ്രൂഫ് എന്തെങ്കിലും കൊണ്ടുവരാം. ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. അനുമോൾ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം അനുമോൾ അത്ര മണ്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഏയ് അങ്ങനൊന്നും പറയില്ല ചേട്ടാ. അനുമോൾ മണ്ടിയല്ല എന്നൊന്നും ചേട്ടൻ പറയല്ലേ. സ്റ്റാർ മാജിക് ഒക്കെ നമ്മളും കണ്ടതാ. അത് പിന്നെ പോട്ടെ, ചിലപ്പോൾ കൊച്ചിൻ്റെ അഭിനയമായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിന്നി അനുമോള് പുറത്തുനിന്നേ പ്രശ്നമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ കേട്ടായിരുന്നോ? ഏകദേശം ബിന്നി കൊടുത്ത PR-ന്റെ ഡബിളാണ് ബിന്നി കയറ്റി വെച്ചതെന്നൊരു സാധനം പറയുന്നുണ്ട്. അപ്പം ബിന്നി 8 ലക്ഷം രൂപയൊക്കെ ഈ PR-ന് താങ്കൾ തന്നെയല്ലേ കുറച്ച് മുന്നേ പറഞ്ഞ് ഒന്നും 16 നടക്കത്തില്ല 30 ലക്ഷമാണെന്നൊക്കെ. അപ്പോൾ ഈ 8 ലക്ഷം രൂപ ബിന്നി PR-ന് കൊടുത്തു, അല്ലെങ്കിൽ അയാൾ കൊടുത്തതിൻ്റെ ഡബിളായിരിക്കും അയാൾ കയറ്റി വെച്ചതെന്നൊക്കെ താങ്കൾ പറയുന്നതിൻ്റെ ആ ഒരു പൊരുൾ എനിക്ക് അങ്ങോട്ട് പിടികിട്ടിയില്ല, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും. അപ്പം എന്താണെങ്കിലും എല്ലാവരുടെയും PR ഗംഭീരമായിട്ട് നടക്കട്ടെ, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഏജൻസി തന്നെ PR ഏജൻസി തന്നെ കൊടുത്തിട്ടുള്ള 30 ലക്ഷം കൊടുത്തിട്ടുള്ള കളിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത്യാവശ്യം ഒരു ഓൺലൈൻ മീഡിയ മാക്സിമം യൂസ് ചെയ്തിട്ടുള്ള പ്രൊമോഷൻസ് അത് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവർക്കും നടക്കുന്നുണ്ട്. എൻ്റെ ഒരു അനുമാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അനീഷിന് നടക്കുന്നുണ്ട്, അനുമോക്കും നടക്കുന്നുണ്ട്, അക്ബറിന് നടക്കുന്നുണ്ട്, ചാനബാസിക്കൊക്കെ നടക്കുന്നുണ്ട്, എല്ലാവർക്കും നടക്കുന്നുണ്ട്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു വലിയ ഒരുപാടൊന്നും ഞാൻ കാണാത്തത് ആ നെവിനും. പിന്നെ ബിന്നി എനിക്കറിയത്തില്ല കേട്ടോ, ബിന്നിയുടെ ഒന്നും നമ്മൾ അങ്ങനെയൊന്നും കാണുന്ന പോലുമില്ല. ബിന്നിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സോ ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ബിന്നി നിന്ന് പോകുന്നുണ്ട്. അത് ബിന്നി പ്രോപ്പറായിട്ട് ചില സാഹചര്യങ്ങൾ ബിന്നി പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നെവിനെയോ അവരെ പറ്റിയിട്ടൊന്നും അവർക്കൊന്നും അത്രയും അങ്ങനെ പ്രൊമോഷൻസ് ഒന്നും കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്താണെങ്കിലും ഗംഭീരമായിട്ടുള്ള കളികൾ നടക്കട്ടെ അകത്തും പുറത്തും. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് അതൊരു 1.5 എപ്പിസോഡ് ആകുമായിരിക്കും എന്ന പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.